ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഗൈസ്, ട്രിച്ചി പാർട്ട് 3 വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലിരിക്കുമ്പോൾ എങ്ങനെ തോന്നി ഇന്ന് കുറച്ച് സമയം അലിഞ്ഞു തിരിഞ്ഞ് നടക്കാൻ. അങ്ങനെ നമ്മൾ ചുമ്മാ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയതാട്ടോ. ഇതിനകത്ത് കയറി വെക്കണം. ഡ്രസ്സൊക്കെ നോക്കിയാലോ നമുക്ക്. വെറുതെ ലാസ്റ്റ് വരാം. ഇങ്ങനെ പോരാം. വീഡിയോസൊക്കെ എടുക്കട്ടെ. ഇവിടുത്തെ സ്ട്രീറ്റിലെ വൈബൊക്കെ ഒന്ന് കാണണ്ടേ. ഇതൊക്കെ എന്താടാ പേര് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഗൈസ്, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ യാത്ര. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടു ബാക്കിൽ ഒരു അടിപൊളി സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അല്ലെങ്കിലും സാധനങ്ങൾ ഇല്ലാണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ 2 മക്കൾ എന്നെ പഞ്ഞിക്കിടുന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ ചുമ്മാ. വെള്ളച്ചാട്ടം ഗൈസ്. ഇതെന്താടാ, എന്താ സാധനം? വെള്ളച്ചാട്ട ആടാ, വെള്ളച്ചാട്ടാണത്. വെള്ളച്ചാട്ടം. നമ്മൾ രാത്രിയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നതേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രീറ്റിലൂടെ ആ സ്ട്രീറ്റ് വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ നടുവിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾ പോകെ അടുത്ത ദിവസം പകൽ സമയത്ത് പോകുന്ന സമയത്തുള്ള ഒരു സീനുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ തൽക്കാലം സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. വെള്ളച്ചാട്ടമാണെന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സസ്പെൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊളിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ആക്ച്വലി നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ എന്തോരോ ഭംഗിയെന്നറിയോ. അതൊന്ന് ഷേപ്പാക്കിയാൽ മതിയാവും. ഇനി ലൂസാണെങ്കിൽ. നമ്മളുടെ ഷോപ്പിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പ് ഷെഫി അവളുടെ സിസ്റ്റർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. ഷെഫി പിന്നെ നല്ല ലൂസായിട്ടാണ് ഡ്രസ്സ് ഇടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈസ് കണ്ടിട്ട് ആരും ഞെട്ടേണ്ട. അതിന് മാത്രമുള്ള തടിയൊന്നും ഷെഫി ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതെന്താണെന്നറിയോ, മറ്റവളെങ്ങനെ ചുമ്മാ വെച്ച് നോക്കണം. ആര് നമ്മുടെ ജിൻഷിക്കുട്ടി വെറുതെ ചുമ്മാ വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ. ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഓരോ ഇൻസ്റ്റ ഒക്കെ ഫോളോ ചെയ്തപ്പോൾ നമ്മൾ ട്രിച്ചി താമസിക്കാൻ പോകല്ലേ. ഇനിയിപ്പോൾ ആര് വരുന്നോ ട്രിച്ചി അല്ല വരും കേട്ടോ. കാരണം ഇനിയും വരേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ വരും. പക്ഷെ എന്ന് വിചാരിച്ചിങ്ങനെയല്ല, ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് ഷെഫിമോൾ പറഞ്ഞതൊരു പോയിന്റാണ്. കാല് ഉളുക്കാതെ നോക്കിക്കോട്ടോ. നമ്മാതിരി റോഡാണ്. കുണ്ടും കുഴിയും. കാല് പ്ലിങ്ങിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേന് സൈഡൊക്കെ മാറി നിൽക്കും. കാരണം ആ ചളിയിലും ഒരു മെയിൻ പ്രശ്നം ഇവിടുത്തെ എന്താ പറയുക, നാറ്റം സഹിക്കൂല ഗൈസ്. ഭയങ്കര നാറ്റാണ് കേട്ടോ ഇവിടുത്തെ റോഡുകൾക്കൊക്കെ. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട്. അത് മാത്രമല്ല, വൺ ഓഫ് ദി നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. പിന്നെ ചൂട്, അസഹനീയമായ ചൂടും. ഇത് രണ്ടുമാണ് എനിക്ക് പറ്റാത്തത്. ബാക്കിയൊക്കെ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ജിൻഷിക്കുട്ടി അവൾക്കൊരു ബാഗ് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അയാൾ നിർബന്ധിച്ച് അവളെ കൊണ്ട് ആ ബാഗ് അങ്ങോട്ട് എടുപ്പിച്ചു. മെമ്മറീസ്. ഇത് കുഴപ്പമില്ലല്ലോ. ഒരാൾക്ക് ബെൻടൻ, ഒരാൾക്ക് സ്പൈഡർമാൻ. വേറെ പ്രശ്നമില്ല. What is no discount? Same. 130. 120. Then this two. ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ യുവത്വം തുളുമ്പുന്ന ബാല്യങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. ഞങ്ങൾ തന്നെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരും പറയാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിൽ കൂടെ ജസ്നയ്ക്ക് ആക്ച്വലി 2 കിടാങ്ങളുണ്ട്. അപ്പോൾ ബെൻടനും സ്പൈഡർമാൻ്റെ ഒക്കെ ഓരോ സാധനങ്ങൾ, തോക്കും വെടിയും ഉണ്ടയും ഒക്കെ ആയിട്ടാണ് അവൾ ആക്ച്വലി പോകുന്നത് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ പൊറുപ്പിക്കില്ല. അമ്മച്ചി എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് പിന്നാലെ ഉണ്ടാവും. ഇതാണ് മൈ ഡിയേഴ്സ് ഇവിടുത്തെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നടക്കാണോ വണ്ടി പോവാണോ ഒന്നും അറിഞ്ഞൂടാ. അമ്മാതിരി അവസ്ഥയാണ്. കാരണം ഭയങ്കരമായ ഒരു അവസ്ഥ എന്ന് പറയാം. അമ്മാതിരി ഒരു അവസ്ഥയാണ്. കാരണം വണ്ടി ഒരു സൈഡിൽ കൂടെ പോകുന്നു, മനുഷ്യന്മാർ നടന്നു പോകുന്നു. അങ്ങനെ
ഇത് ഒരു ശരിക്കും ഒരു സ്ട്രീറ്റ് ഫീൽ തന്നെ കേട്ടോ. അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക സ്കില്ലുണ്ടാവും. കാരണം ആളുകളെ തട്ടാതെ മുട്ടാതെ പോകാനുള്ള സ്കില്ല് വേണമല്ലോ. ഇതെന്നോട് ഷെഫിക്കുട്ടി സ്പെഷ്യലി പറഞ്ഞിട്ട് ഞാൻ എടുത്തതാട്ടോ. ആക്ച്വലി എന്താ പറയുക, ഞാൻ ആക്ച്വലി കുറച്ച് അധികം പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് പറയുക, റാഡിഷാണ്, വൈറ്റ് റാഡിഷ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളിപ്പോൾ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ഗൈസ്, ഞാൻ പേര് മറന്നുപോയി. കേരള കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്, അവിടേക്കാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുക. ലക്ഷ്യം അതാണ് കേട്ടോ. ഫൈനലി ഗൈസ് ഞങ്ങൾ കേരള മെസ്സ് കണ്ടുപിടിച്ചു. കേരള മെസ്സ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് കേരള ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വന്നത്. അങ്ങനെ കേരള ഹോട്ടലിലെത്തി. കേരള മെസ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ലോഡ് നടന്നു അവസാനം നടന്നു. ഇതാ ഇവിടെ, അയ്യോ നമ്മളിതാ ഇവിടെ. എന്നിട്ട് തിന്നില്ലേ ആകെ നോക്കം മുഖത്ത് വീർത്തതായിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ നടക്കാനുണ്ട്. ഇതൊരു ചുമ എന്റെ മുഖത്തുള്ള കുത്തു പോകുമ്പോ എന്ത് കാണുന്നല്ലോ. അയ്യോ നമുക്കവിടെ എഴുതി പോയി. ഗൈസ് പിള്ളേച്ച പറഞ്ഞതിലൊരു ചെറിയ അമളി പറ്റി. ഇതെന്താ പറയുക, മലബാർ മെസ്സോ കേരള മെസ്സോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, അതല്ലാതെ കേരള കഫേ ഒന്നുമില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. എന്താണെന്നറിയോ, നമ്മൾ വന്നിട്ട് ഇവിടെ ഈ തമിഴൻസ് ഫുള്ള് നോൺ വെജിറ്റേറിയൻസ് ആണ് അധികം. അപ്പം അതുകൊണ്ട് തന്നെ വെജ് ചിക്കനും ബീഫും കിട്ടാണ്ട് ഇങ്ങോട്ടേ, ബീഫ് എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ ബ്രാഹ്മണാണ്, ബീഫ് ഞാൻ കഴിക്കൂല. പക്ഷേ ഇതുണ്ടല്ലോ ചിക്കൻ കഴിക്കണ ബ്രാഹ്മണാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഗൈസ് ഇത് ആക്ച്വലി അടുത്ത ദിവസത്തെ പരിപാടി. അടുത്ത ദിവസം ഞാനും ജിനിഷും കൂടെ ചുമ്മാ ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. ഇത് സത്യത്തിൽ അമ്പലമൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ റോഡ് സൈഡിൽ ഒരു സ്വാമിയാ അങ്ങനെ ഒരു ആളിരിക്കുന്നുണ്ട്, ഒരു ദൈവമുണ്ട്. ദൈവം എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ണ് പൂട്ടുന്നു തുറക്കുന്നു, അങ്ങനെ ഒരു സുന്ദരിയായ ദൈവമാണ്. ഞങ്ങളിവിടെ വന്ന് നോക്കാനുള്ള കാരണം ഭയങ്കര ലൗഡ് മ്യൂസിക് ഉണ്ട് കേട്ടോ. ആ മ്യൂസിക് കേട്ടിട്ടാണ് ആക്ച്വലി നമ്മളിവിടെ വന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള പാട്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് വന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഇങ്ങനെ ഒരു സെറ്റപ്പിനകത്ത്, സെറ്റപ്പ് എന്ന് ഉദ്ദേശിച്ച് ഞാനിങ്ങനെ ഒരു ടെൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ദൈവത്തിനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരിയായ ദൈവമാണ്. അപ്പോൾ അതിനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചുമ്മാ വന്നതാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പഴക്കുലകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി, നല്ല മനോഹരമായിട്ടുള്ള മ്യൂസിക്കാണ്. പക്ഷെ എനിക്കത് വെക്കാൻ അവസ്ഥയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മ്യൂസിക് ആക്ച്വലി ആഡ് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. മൈ ഡിയേഴ്സ്, എന്ത് മനോഹരമായ പാട്ട് എന്ന് പറയും. എൻ്റെ ചെവിയിൽ ഇപ്പോഴാ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് കൊടുക്കാണ്ട് ആ പാട്ട് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് വെച്ചത്. അത്രയും അടിപൊളിയായിട്ടുള്ള ഭയങ്കര ലിറിക്കലായിട്ടുള്ള ഒരു പാട്ട്. ഗൈസ് ഇവിടെയുള്ള ആൾക്കാരെ പണി എന്താ പറയുക, ദൈവങ്ങളെയും കൊണ്ട് നടക്കുക. ഇന്ന് തമിഴ്നാട്ടിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെ നിറയെ ദൈവങ്ങളെയും കൊണ്ട് റോട്ടിൽ കൂടെ നടക്കട്ടെ. അതിനിടയിൽ ഒരു അമ്മച്ചി കണ്ട് കിടന്നുറങ്ങണം, പാവം തോന്നുന്നു. കാരണം അമ്മാതിരി വെയിലത്ത് ഉറങ്ങാനും വേണം ഒരു കഴിവ്. ഇത് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക, ലസ്സി ബേക്കുന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ആക്ച്വലി അലനല്ലൂർ ഒരു ലസ്സി ലൈക്ക് ഉണ്ട്, അതേപോലത്തെ ഒരു ബോർഡ് പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഷോപ്സ് ഇവിടെ വളരെ കുറവാണ്. പക്ഷെ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തതാട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നേരം നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, അത് ഇവിടേക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഭയങ്കര മധുരമായിട്ടുള്ളൊരു പാട്ടാണ്. ഇപ്പോൾ ഒരു സ്ത്രീയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്കത് കേൾപ്പിക്കാൻ യോഗമില്ലാത്തത് കൊണ്ട്. ഗൈസ് ഇതിൻ്റെ ഇടയിൽ അമ്പലം ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കാണിച്ചിരുന്നില്ലേ വാട്ടർഫോൾ ഉള്ളത്, അത് ഇതിൻ്റെ അകത്താണ്. പക്ഷേ അമ്പലം രാത്രി കാണുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. എന്താ 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടണം. ശരിയാ, ഇവിടെ നമ്മൾ എക്സാമിൻ്റെ തിരക്കായതുകൊണ്ടേ കാണാൻ പറ്റിയില്ല. ഇതാണ് ഗൈസ് അമ്പലം. കണ്ടോ ഗൈസ്, ഇതാണ് ആ രാത്രി വെള്ളച്ചാട്ടമുള്ള അമ്പലം കേട്ടോ. അപ്പം ഞാൻ വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സസ്പെൻസ് ഉണ്ടല്ലോ, അതാണ് ആ അമ്പലം. ആ അമ്പലം എന്താണെന്നറിയോ, നമ്മൾ രാത്രി കണ്ടപ്പോൾ അവിടെ വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ, പക്ഷെ പകലായപ്പോഴും മനസ്സിലായത് അതിനകത്തൊരു അമ്പലം ഉണ്ടോ തടാകത്തിനകത്തും. പിന്നെ ഇത് വേറൊരു ക്ഷേത്രം. ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ഈശ്വരവിശ്വാസികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അടിക്കടി അമ്പലങ്ങൾ, അടിക്കടി സ്വാമിമാർ മുനിമാരൊക്കെ ഇങ്ങനെ
ഈ ദൈവങ്ങളെ ഫോട്ടോ അതുപോലെ തന്നെ പ്രതിഷ്ഠകളൊക്കെ വെച്ച് റോഡിൽ കൂടെ പോകുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. എന്താ പറയുക ഗൈസ്, എൻ്റെ വായ്ക്കകത്തൊരു പുണ്ണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്തോ ഇഞ്ചി കടിച്ച കുഞ്ചുവിനെ പോലെ സംസാരിക്കണം കേട്ടോ. ഒന്നും തോന്നരുത് ഗൈസ്. പിന്നെ എന്താ പറയുക, വ്ളോഗ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ ആക്ച്വലി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു റോക്ക് ഫോർട്ട് അമ്പലം ഉണ്ട് കേട്ടോ. ആ റോക്ക് ഫോർട്ട് അമ്പലം ഇത് വൺ ഓഫ് ദ അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പോയിട്ട്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലേക്കാണ് ഞാൻ നെക്സ്റ്റ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം റോക്ക് ഫോർട്ട് അമ്പലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പടച്ചോനെ, ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കുറേ കേട്ടതായിരുന്നു. ഏതോ ഒരു ഡൈനാസ്റ്റി. അപ്പം DSA ഇത് ആക്ച്വലി നായിക്ക ഡൈനാസ്റ്റിയാണ് ഇത് ഫിനിഷ് ചെയ്തിട്ട്. അതിൻ്റെ മുന്നേ വേറെ ഏതോ ഒരു ഡൈനാസ്റ്റി കുറേ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി വെച്ചൊരു അമ്പലമായിരുന്നു. പിന്നെ അത് നായിക്ക ഡൈനാസ്റ്റിയാണ് അത് കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു മലൻ്റെ മുകളിലുള്ള ടെമ്പിളാണ് കേട്ടോ. റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്ന് പറയാൻ തന്നെ കാരണം അത് റോക്ക് കരിങ്കല്ല് വെട്ടിയിട്ടാണ് ആ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 400 സംതിങ് സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് എത്തണമെങ്കിൽ. അത്രയും സ്റ്റെപ്പുകൾ കയറി അതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയാസകരമായിരുന്നു. ആയാസം എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെയല്ലേ ഗൈസ് അർത്ഥം? എനിക്ക് അറിഞ്ഞുകൂടാ, തെറ്റാണെങ്കിൽ പറഞ്ഞു തരോട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര പ്രയാസമായിരുന്നു എന്നാണ്. കാരണം എന്താ പറയുക, നട്ടെല്ല് പ്രശ്നമായിരിക്കും. എക്സാം എഴുതാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങോട്ട് ഇത് പോകുന്നു. ഇനി എക്സാം ബാക്കിയുണ്ട്. അപ്പോൾ കയറി തിരിച്ചെത്തുമ്പോൾ അള്ളാഹ് ഇത് മറ്റൊരു ആഘോഷം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഏതോ ഒരു അമ്പലത്തിൽ വലിയ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് റോക്ക് ഫോർട്ട് ടെമ്പിളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചൊരു കലാവാസന കണ്ടുള്ളൂ. ആരുടെയോ ഒരു കലാവാസനയാണ്. ഇതൊക്കെ ഈശ്വരവിശ്വാസത്തിൻ്റെ പുറത്ത് പിറവി കൊള്ളുന്ന കലകളാന്ന് തോന്നുന്നു. ആ വോയിസ് ഞാൻ അതിലിടും. വോയിസ് ഞാനിടും. എന്നെ എടുത്തേ എന്ന് ചോദിച്ചു. നന്നായിട്ട് പാടുണ്ടല്ലേ അവര് അല്ലേ? അടിപൊളി പാട്ട്. ആ ഈ ഷെഫ് ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര കോമഡി ആയിട്ടാണ്. ഓള് തൊള്ള തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അമ്മാതിരി കോമഡിയാണ് ആള്. അതാണ് കഥ. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളുമാണ്, ഏറ്റവും കുട്ടിത്ത സ്വഭാവമുള്ള ആളും ഷെഫി തന്നെയുണ്ട്. രണ്ടും അവൾ തന്നെയാണ് പ്രത്യേകത. സ്വഭാവം കൊണ്ട്, പ്രായം കൊണ്ട് വലുതായിട്ടുള്ളൂ, സ്വഭാവം കൊണ്ട് ഇപ്പോഴും പിഞ്ചു മനസ്സാണെന്നൊക്കെ പറയാലോ. അങ്ങനെ ഞങ്ങൾ റോക്ക് ഫോർട്ട് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോകാനുണ്ട് ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയോ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകണം. അടുത്ത സംഭവം വരുന്നുണ്ട്. വേറെ ദൈവം അല്ലേ? ഇതൊക്കെ ദൈവല്ലേ? ഇവിടെ എന്താ ഇവിടെ പരിപാടി? ഇവിടെ എന്താ പ്രോഗ്രാം? ശിവരാത്രിന്റെ ഭാഗം. അതിനകത്തൊക്കെ ദൈവാടാ. അതിനകത്ത് ഉള്ളിലെവിടെ? അതിനകത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ട് മാല ഇട്ടിട്ട് എന്തോ ഒരു സാധനം ഉണ്ട്. അങ്കമാലയൊന്നല്ല, ഞങ്ങൾ മലപ്പുറം. ഇവിടെ നമുക്ക് തോന്നല്ലോ. എന്നാലും നമുക്ക് പുറം വരെയൊക്കെ പോകാമല്ലോ. സ്റ്റെപ്പ് തന്നെയാടാ. ചപ്പൽ അവിടെ നിർത്താം. ചപ്പൽ ആർക്കും ബാഗ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതിയിരുന്നു. ലോക്കറിന് പൈസ ഉണ്ടോ കയ്യില്? വെച്ചാൽ മിക്കവാറും അമ്പലത്തിൽ എന്റെ എടുത്തു. ഇവിടെ എല്ലാവർക്കും കാണാത്തോടത്ത് വെച്ചോ, ആരെടുക്കൂല.
നമ്മളിങ്ങനെ വലിയ കഥയിൽ അമ്പലത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ രുക്കോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ കൊണ്ട് ചെരുപ്പ് അഴിച്ചു വെപ്പിച്ചു. കാരണം അമ്പലത്തേക്ക് കിടക്കുമ്പോൾ ചെരുപ്പിടാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മളെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ഭദ്രമായി സൂക്ഷിച്ച് ഇനിയാണ് 300 സംതിങ് 400 സംതിങ് സ്റ്റെപ്പ് കയറാൻ പോകുന്നു കേട്ടോ. ഈ അമ്പലത്തിൽ ഈ ഒരു റോക്ക് ഫോർട്ടിൽ 3 ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. 3 ടെമ്പിൾസിൽ അതിൽ ഏതൊക്കെയോ 3 ടെമ്പിൾസ് എനിക്ക് ആധികാരികമായിട്ട് അറിഞ്ഞൂടാ. ഇത് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതിയിട്ട് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റോക്ക് ഫോർട്ട് ടെമ്പിൾ ട്രിച്ചി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ടെമ്പിൾ കാണാൻ പറ്റും. ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ഇവരിങ്ങനെ ക്യാമറ ഷെയ്ക്ക് കഴിഞ്ഞ് ഇനി ഫുള്ള് വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ വേണമെന്ന് ചിന്തിച്ച് ഇവരുടെ അടുത്തൊരു ക്യാമറ കൊടുത്തു ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പണ്ടാരടക്കും. ഗൈസ്, ഇത് കയറാനുള്ള സ്റ്റെപ്പ്, ഇത് ഇറങ്ങാനുള്ള സ്റ്റെപ്പ്. അങ്ങനെ ബിസ്മില്ല നമ്മൾ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. പടച്ച റബ്ബിനെ അറിയാം മുകളിലെത്തുമെന്ന്. കാരണം കയറിയിട്ടും അങ്ങോട്ട് തീരാത്ത സ്റ്റെപ്പ് എന്ന് പറയല്ലോ, അമ്മാതിരി സ്റ്റെപ്പായിരുന്നു. ഇതുപോലെ. അപ്പോൾ വഴിയോര കച്ചവടങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ഈ കല്ലുകളൊക്കെ കരിങ്കല്ലാണ്. ആ കരിങ്കല്ല് വെട്ടി ചെത്തി മിനുക്കിയിട്ടാണ് ഈ ഒരു അമ്പലത്തേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ആ ഒരു റോക്ക് ഫോർട്ടിൻ്റെ ബാക്കിയാണ്. അപ്പം ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഒരു സെമി പിൽഗ്രിമേജ് തന്നെ പറയാം. പക്ഷെ നമ്മളെ മുസ്ലിംസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പിൽഗ്രിമേജ്. എത്ര സ്റ്റെപ്പാ കയറാന്? എത്ര സ്റ്റെപ്പാ? 500ോ? അവൾക്ക് മേലെ കിടക്കണ ഇത് പളനി കയറുന്ന പോലെ ഉണ്ടല്ലോ. പളനിയിലുണ്ടല്ലോ ഇതുപോലെ ഒരു അമ്പലം, കുറെ സ്റ്റെപ്പ് കയറിയിട്ട്. എത്രയുണ്ട് അവിടെ എത്രയോ സ്റ്റെപ്പ് ഉണ്ട്. നമ്മളെ ഏതോ ഒരു സിനിമയിലില്ലേ ഷാറൂഖ് ഖാനെ ഏറ്റിക്കൊണ്ടോണം. ചെന്നൈ എക്സ്പ്രസ് അതിലില്ലേ അവളെ ഏറ്റിക്കൊണ്ടുവന്ന്. ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ, ഇവിടെ ചവിട്ടിട്ടേ സ്റ്റെപ്പ് കയറൽ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നോ ഗൈസ്, നെവർ. ഇനി ഒരുപാട് കയറാനുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ് കൊഞ്ചം മാത്രമേ അറിയുന്നത് കൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. കാരണം ഇങ്ങോട്ട് പറയണതൊന്നും മനസ്സിലാവില്ല. പിന്നെ എന്തിനാ വെറുതെ ചോദിച്ച് വഷളാണ് വിചാരിച്ചൊന്നും പോയില്ല. എൻ്റെ തമിഴ് കേട്ട് എനിക്ക് തന്നെ ചിരി വരും. എൻ്റെ വീഡിയോയിലൊക്കെ തമിഴ് കേട്ട് ഞാൻ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുക. കാരണം കേട്ട് കഴിഞ്ഞാൽ അമ്മാതിരി കോമഡിയാണ്. എന്നെ തന്നെ ചിരിക്കാൻ ഞാൻ എന്തിനാ കാരണമാക്കണമെന്ന് വിചാരിച്ചു അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ കണ്ട ഗൈസ്, ഇതൊക്കെ പിന്നെ എന്താ അറിയോ, എനിക്ക് ഓരോ ആളുകളെ കാണുമ്പോഴാണ് മോട്ടിവേഷൻ. നല്ല തടിയുള്ള ഒരു ഏട്ടനുണ്ട് വരുന്നേ, അയാളെക്കാളും വലിയൊരു വാഴക്കൊലയേറ്റ് കണ്ട് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. അയാളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ. അതൊക്കെയാണല്ലോ അയാൾ കയറുന്നുണ്ടല്ലോ, പിന്നെന്താ ഇപ്പം എനിക്ക് പറ്റാത്തത് എന്നുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് അവരെ കാണുമ്പോൾ കിട്ടി എന്നുള്ളതാണ്. പിന്നെ പ്രായമായ ആളുകൾ, അങ്ങനെ പല ആളുകളും ഇതിന് മുകളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ മുകളിലെത്താനായപ്പോഴത്തേക്ക് ആ ഒരു സീബ്ര ലൈനുകൾ ഉണ്ടല്ലോ ഇതിന്മേലുള്ള, അതൊക്കെ ആക്ച്വലി കുറേയൊക്കെ തീർന്ന് കിട്ടി. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ ആക്ച്വലി ഒഴിവാക്കാൻ നോക്കിയിട്ട് വീണ്ടും ഇത് വരും. എന്താ ഞാൻ ചെയ്യുക? അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ മുകളിലെത്താറായിട്ടുണ്ട്. ഇത് കയറുന്നതിന് ഇടയിലുള്ളൊരു സംഭവം ഗണപതിയാണ് കേട്ടോ. ഗണപതി ഇതെന്തൊക്കെയോ ഗണപതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇല്ല കേട്ടോ, ആ റെഡ് ആൻഡ് വൈറ്റ് തീർന്നിട്ടില്ല. ഇനിയും സ്റ്റെപ്പുകൾ കയറുന്നതിനനുസരിച്ച് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സൈഡിൽ ഇതാ വേറെ കുറേ ആളുകളുണ്ട്. ഓരോന്ന് പേരെനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, തെറ്റായിട്ട് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹിന്ദു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അവർക്ക് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അറിയാത്ത കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലോ. അതിന്റെ മുകളിൽ അങ്ങോട്ട് എത്തിയതും വെള്ളക്കുപ്പിയുടെ ഒരു വാങ്ങലിന്റെ ഒരു പൂരായിരുന്നു. ഓരോ ആളുകൾ ഓരോ വെള്ളക്കുപ്പി. ഞാനൊരു വെള്ളക്കുപ്പി വാങ്ങിച്ച് 3/4 വെള്ളവും ഞാൻ തന്നെ കുടിച്ചിട്ടോ. അമ്മാതിരി ദാഹം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഈ സ്റ്റെപ്പും കൂടെ കയറിയിട്ട് മുകളിലേക്ക് എത്തണം. അതാണ് ഒരു അമ്പലം തോന്നുന്നു ഏറ്റവും മുകളിൽ. ഞാൻ അവിടെ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള അമ്പലമൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് കണ്ടു. ചില അമ്പലത്തിനകത്തും നമ്മളെ കയറ്റില്ലാന്ന് തോന്നുന്നു. എന്തായാലും ആ അമ്പലത്തിനകത്തേക്ക് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോഴത്തേക്കും ബാക്കി 3 പേരും ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്കുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്കായിരുന്നു. റീജിയണലിസം.
അതെന്താണെന്നറിയാം ഗോയ്സ്, അത് നമ്മുടെ ഷെഫിൻ്റെ കാസർഗോഡ് ദോസ്താണ് റോഫ്. ഓരോരു റീജിയണലിസം, രണ്ടാളൊരു നാട്ടിൽ നിന്നായതുകൊണ്ട് നാടിനോടുള്ള സ്നേഹം കൊണ്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് കണക്റ്റഡ് ആണ്. അതാണ് അതിൻ്റെ ഒരു കഥ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സീനറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Sir, where are you from? France. What's your name? Dominique. Dominique and? Pierre. Care. Pierre. 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 Like a stone. Stone. Like a stone. In France. The name is Stone in France. Yeah. And you're Dominic. Yes. Nice. You look And so you? beautiful. My name is Shakira. Shakiba. That's nice too. Shakiba likes You know the the name IT. is Samina Mina. Yeah. Shakiba. Ouais, c'est une déesse de la danse. So nice to meet you. How long have you been here? It's 3 weeks and we have now 1 week more. Do you have an all India travel around or Yeah. planning for an all India We travel? were before in Kerala 2 weeks. Okay. And So you've 2 come weeks to here in Tamil Nadu. അതിനിടയിൽ ഒരു സായിപ്പിനെയും മദാമിനെയും പരിചയപ്പെട്ടു കേട്ടോ. ഡൊമിനിക് ആൻഡ് പിയാഷെ എന്ന് പറഞ്ഞ 2 പേര്. അയ്യോ, എൻ്റെ നാവ് ഇവിടെ മുറിയ ഭാഗത്ത് തട്ടിയിട്ടേ പിയാഷെ എന്ന് പറഞ്ഞപ്പം ടാസ്കായി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് നമ്മളെ നാടൊക്കെ ഭയങ്കര ഇഷ്ടമായി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ എക്സ്പ്ലനേഷൻ ആയിരുന്നു. നല്ല രസമുണ്ട് അവരോട് സംസാരിക്കാൻ. Thank you. Namaste. Yeah, nice day to both of you. Yeah, you have learned Namaste too. See you. Huh? Enjoy. Okay, bye. Thank Enjoy. അങ്ങനെ മുത്തുമണീസ് നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആക്കാറായിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും അൾട്ടിമേറ്റ് പീക്കിലെത്തുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അത് അടുത്ത വീഡിയോയിൽ ട്രിച്ചി 4 എന്ന വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 4ാമത്തെ വ്ളോഗോട് കൂടെ നമ്മുടെ ട്രിച്ചി വ്ളോഗ് അവസാനിക്കുമെന്നാണ് ഇപ്പം തൽക്കാലം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ അങ്ങോട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ട്രിച്ചിയുടെ ഒരു ഏകദേശം ഒരു സൈഡ് വ്യൂ ഫുള്ള് കിട്ടും കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഇരുന്ന് കാറ്റും ഇതൊക്കെ കൊള്ളൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊന്നും ആരും മുതിർന്നില്ല. മുകളിലേക്ക് കയറാനുള്ള സാഹസം ഞാൻ മാത്രമേ കാണിച്ചുള്ളൂ. എന്തായാലും തട്ടക്കെട്ട് ധൈര്യത്തിൽ ഞാൻ കയറിപ്പോയി. അവിടെ ഒരു മുസ്ലിം കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഞാൻ മാത്രം കയറിപ്പോയി. അതാണ് ഗൈസ് ധൈര്യം. ഇതൊക്കെ നമ്മുടെ ബാച്ചിലുള്ള വേറെയുള്ള സ്റ്റുഡൻസ് ആട്ടോ. ഇവരൊക്കെ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നടത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.